ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞ സ്റ്റേജ് 2 LGS പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിവിടെ അനലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നവംബർ 30-നും ഡിസംബർ 7-നുമായി നടത്താനിരിക്കുന്ന LGS പരീക്ഷയ്ക്ക് ഇത് നല്ല രീതിയിൽ ഉപകരിക്കും. നിങ്ങളെല്ലാവരും നല്ല ശ്രദ്ധാപൂർവം ഇത് കേൾക്കുക. ഇതിൻ്റെ സ്റ്റേജ് 1 ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. മാത്സും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് എക്സ്പ്ലനേഷനോടുകൂടി ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ 1 by 1 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു. 2. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. 3. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ പോഷക ഘടകങ്ങളെ ഹൃദയത്തിലെത്തിക്കുന്നു. 4. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. ഇതിൽ 4 പ്രസ്താവന തന്നിട്ടുണ്ട്. പ്രസ്താവന 1, 2 ശരി. ഈ 4 പ്രസ്താവനയിലും ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നമ്മൾക്ക് നോക്കാം. പ്രസ്താവന 1, 2 ശരി, പ്രസ്താവന 2, 4 ശരി, പ്രസ്താവന 2, 3 ശരി, പ്രസ്താവന 1, 4 ശരി. ഇതാണ് നമ്മളുടെ ഓപ്ഷൻസ്. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻസർ ബി ആണ്. പ്രസ്താവന 2ഉം 4ഉം ശരി എന്ന് പറയുമ്പോൾ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനയാണ്. അത് അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. പ്രസ്താവന 2ഉം 4ഉമാണ് ശരി. 4ാമത്തെ പ്രസ്താവന പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിൽ എത്തിക്കുന്നു. ഈ 2 പ്രസ്താവനയുമാണ് കറക്റ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം തെറ്റായ പ്രസ്താവനകളാണ്. നമ്മൾക്ക് 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എവിടെയാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മലപ്പുറം, തൃശ്ശൂർ, നിലമ്പൂർ, മങ്കട. ഇതിൽ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നിലമ്പൂർ ആണ്. ഓപ്ഷൻ സി നിലമ്പൂർ ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് രോഗത്തിൻ്റെ വ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് രോഗത്തിൻ്റെ വ്യാപനം കണക്കിലെടുത്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. എംപോക്സ്, കോളറ, ക്ഷയം, വസൂരി. ഇതിൽ ഓപ്ഷൻ എ എംപോക്സ് ആണ് കറക്റ്റ് ആൻസർ. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഗുജറാത്ത്, ആസാം, സിക്കിം, ഒറീസ. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആസാം ആണ്. ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആസാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5th ക്വസ്റ്റ്യൻ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം? 4 ഓപ്ഷൻസ് ഉണ്ട്. കേരളം, ഗുജറാത്ത്, നാഗാലാൻഡ്, ബീഹാർ. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നാഗാലാൻഡ് ആണ്. ഓപ്ഷൻ സി ആണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം നാഗാലാൻഡ് ആണ്. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര്? രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്ക് എതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര്? 4 ഓപ്ഷൻസ് ഉണ്ട്. KARSAP, NAPMMR, KVASU, AMR. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. KARSAP. നമ്മൾക്കിത് 7th ക്വസ്റ്റ്യൻ നോക്കാം. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏത്? ഞാനിത് എൻ്റെ NCERT ക്ലാസ് എടുത്തതിലും ഞാനിതെല്ലാം ഈ സയൻസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ആൻസർ ചെയ്തിട്ടിട്ടുണ്ട്. എൻ്റെ പ്രീവിയസ് വീഡിയോ ഉള്ളത് നോക്കിയാൽ അറിയാൻ പറ്റും. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. കോശദ്രവ്യം, അന്തർദ്രവ്യജാലിക, പ്ലാസ്മോഡെസ്മാറ്റ, പ്ലാസ്മസ്തരം. ഇതിൽ ഓപ്ഷൻ സി പ്ലാസ്മോഡെസ്മാറ്റയാണ് കറക്റ്റ് ആൻസർ. നമ്മൾക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏത്?
അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, നെഗ്ലേറിയ ഹൗലേറി, ന്യൂമോകോക്കസ്, മൈക്കോബാക്ടീരിയം. ഇതിൽ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, നെഗ്ലേറിയ ഹൗലേറി. അടുത്ത് നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കാം. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്. ഇവിടെ 4 ഓപ്ഷൻസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ആർദ്രം, അതീതം, അമൃതം, അഭയം. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അമൃതം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അമൃതം ആരോഗ്യം എന്നാണ് കറക്റ്റ് ആൻസർ. പക്ഷേ ഇവിടെ നമ്മൾക്ക് അമൃതം എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് ഉള്ളതിൽ നമ്മൾക്ക് എഴുതാൻ പറ്റുന്നത് അമൃതം ആണ്. അടുത്ത 10th ക്വസ്റ്റ്യൻ. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏത്? ഇതെല്ലാം ഞാൻ SCERT സിലബസിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. പെരികാർഡിയം, പ്ലൂറ, കൺജങ്ക്റ്റീവ, ശ്ലേഷ്മസ്തരം. ഇതിൽ നമ്മളുടെ കറക്റ്റ് ആൻസർ ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, പ്ലൂറയാണ്. അടുത്ത് നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കാം. 2023 രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. 2023 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 പേർക്ക് ലഭിച്ചു, 3 പേർക്ക് ലഭിച്ചു, 2 പേർക്ക് ലഭിച്ചു, ഒരാൾക്ക് മാത്രം ലഭിച്ചു. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 3 പേർക്കാണ് രസതന്ത്ര നോബൽ സമ്മാനം 2023 ലഭിച്ചത്. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഇവിടെയും നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പാൻക്രിയാസ്, കരൾ, തൈമസ്, പിറ്റ്യൂട്ടറി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നത് കരളാണ്. നമ്മൾക്ക് ഓപ്ഷൻ ബി, കരളാണ് നമ്മളുടെ ആൻസർ. അടുത്ത് 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ക്ഷയം, മലമ്പനി, എലിപ്പനി, എയ്ഡ്സ്. ഇതിൽ പ്രോട്ടോസോവ രോഗം എന്ന് പറയുന്നത് മലമ്പനിയാണ്, ഓപ്ഷൻ ബി. അടുത്ത് നമ്മൾക്ക് 14th ക്വസ്റ്റ്യൻ നോക്കാം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. അതിലും 4 ഓപ്ഷൻസ് ഉണ്ട്. കെരാറ്റിൻ, ആൽബുമിൻ, ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ. അതിൽ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫൈബ്രിനോജൻ. ഫൈബ്രിനോജനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. 4 ഓപ്ഷൻസ് ഉണ്ട്. BCG, ECG, EEG, EAG. ഇതിൽ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ സി ആണ്, EEG ആണ്, EEG. അടുത്ത് നമ്മളുടെ 16th ക്വസ്റ്റ്യൻ. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപമേത്? 4 ഓപ്ഷൻസ് ഉണ്ട്. രാസോർജം, പ്രകാശോർജം, വൈദ്യുതോർജം, ഒന്നുമല്ല. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് രാസോർജമാണ്, ഓപ്ഷൻ എ. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് രാസോർജം. അടുത്ത് നമ്മൾക്ക് 17th ക്വസ്റ്റ്യൻ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി. അതിലും നമ്മൾക്ക് 4 ഓപ്ഷൻ ഉണ്ട്. 20 ഹെർട്സിന് താഴെയാണ്, 20,000 ഹെർട്സിന് മുകളിലാണ്, 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്, പരിധിയില്ല. ഇവിടെ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി. അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ. 18ാമത്തെ ക്വസ്റ്റ്യൻസിൽ 4 പോയിൻ്റാണ് തന്നിട്ടുള്ളത്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവ ആയിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നുമില്ല. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് കറക്റ്റ്, ശരി എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ 1ഉം 3ഉം മാത്രം ശരിയാണ്, 2ഉം 4ഉം മാത്രം ശരിയാണ്, എല്ലാം ശരിയാണ്, എല്ലാം തെറ്റാണ്. ഇതിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. എന്ന് പറഞ്ഞാൽ
എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവ ആയിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നുമില്ല. ഇത്രയും ആറ്റത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനയാണ്. നമ്മൾക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19th ക്വസ്റ്റ്യൻ. അതിൽ 3 പോയിന്റ് തന്നിട്ടുണ്ട്. എല്ലാ ധാതുക്കളും അയിരാണ്, എല്ലാ അയിരും ധാതുക്കളാണ്, അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. ഇത്രയും പ്രസ്താവനകളിൽ, ഈ 3 പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഈ താഴെ തന്നിട്ടുള്ള 4 ഓപ്ഷനുകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 2 മാത്രം ശരിയാണ്, ഓപ്ഷൻ ബി 2 മാത്രം തെറ്റാണ്, ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇതിൽ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 2 മാത്രം ശരിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ അയിരും ധാതുക്കളാണ്, അത് മാത്രമാണ് ശരി. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? 2024 കറണ്ട് ഇയറില്ല ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? അതിലും 4 ഓപ്ഷൻസ് ഉണ്ട്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ഓപ്ഷൻ ബി പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക, ഓപ്ഷൻ സി ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ, ഓപ്ഷൻ ഡി പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരം. ഇതിൽ നമ്മളുടെ കറക്റ്റ് ആൻസർ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം, അതാണ്. അടുത്ത് 21ാമത്തെ ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കുക. കുറച്ച് 4 രചയിതാക്കളും 4 കൃതികളും തന്നിട്ടുണ്ട്. ഇതിൽ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രചയിതാക്കൾ വരാഹമിഹിരൻ, കാളിദാസൻ, വിശാഖപദത്തൻ, ശൂദ്രകൻ. കൃതികൾ വിക്രമോർവശീയം, ലഘുജാതകം, പൃച്ഛഘടികം, മുദ്രരാക്ഷസം. ഇതിൽ ചേരുംപടി ചേർക്കുക. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 എ, 2 സി, 3 ഡി, 4 ബി. ആ ഒരു ഓപ്ഷൻ. പിന്നെ 1 ബി, 2 എ, 3 ഡി, 4 സി. മൂന്നാമത്തെ ഓപ്ഷൻ 1 ഡി, 2 സി, 3 എ, 4 ബി. 4ാമത്തെ ഓപ്ഷൻ 1 ബി, 2 എ, 3 സി, 4 ഡി. അതിൽ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1 ബി എന്ന് പറയുമ്പോൾ വരാഹമിഹിരൻ ലഘുജാതകം, 2 എ കാളിദാസൻ വിക്രമോർവശീയം, 3 ഡി വിശാഖപദത്തൻ മുദ്രരാക്ഷസം, 4 സി ശൂദ്രകൻ മൃച്ഛഘടികം. ഇതാണ് നമ്മളുടെ ഓർഡർ, അതാണ് നമ്മളുടെ ആൻസർ. ചേരുംപടി ചേർത്തിരിക്കുന്നത് അങ്ങനെയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത് 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം. ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതെന്നതുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. PSLV C-57, LVM-3M4, PSLV C-55, PSLV C-56. ഇതിൽ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, PSLV C-57. അടുത്ത് 23ാമത്തെ ക്വസ്റ്റ്യൻ. ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അതിലും 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എമൈൽ ദോഖി, കാൾ മാർക്സ്, അരിസ്റ്റോട്ടിൽ, അഗസ്റ്റ് കോംതെ. ഈ 4 ഓപ്ഷനുകളിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അഗസ്റ്റ് കോംതെ. സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് അഗസ്റ്റ് കോംതെ. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏഷ്യ, തെക്കേ അമേരിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക. ഇതിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, തെക്കേ അമേരിക്ക. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം തെക്കേ അമേരിക്ക എന്ന ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു. മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം. ജലദിന സന്ദേശം, വനദിന സന്ദേശം, മണ്ണ് ദിന സന്ദേശം, പരിസ്ഥിതി ദിന സന്ദേശം. ഇതിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മണ്ണ് ദിനം.
മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് 2023 ലോക മണ്ണ് ദിന സന്ദേശം. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ വനനയം നിലവിൽ വന്ന വർഷമേത്? ദേശീയ വനനയം 1998, 1986, 1982, 1988. ഇതിൽ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 1988 ദേശീയ വനനയം നിലവിൽ വന്നത്. അടുത്ത് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന IUCN, SPCA, WWF, UNEP. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് IUCN ആണ്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന IUCN ആണ്. അടുത്ത് 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യ, സൗദി അറേബ്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക. ഇതിൽ ഓപ്ഷൻ ബി സൗദി അറേബ്യയാണ് കറക്റ്റ് ആൻസർ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ. രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്ത്? സിം എന്ന് ZIM, ZIA, ZIG, ZIS എന്നീ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ZIG ആണ്. രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരാണ് ZIG, ഓപ്ഷൻ സി. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുക്കുന്നവയിൽ നിന്ന് കറിയുപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുത്ത് എഴുതുക. 4 ഓപ്ഷൻസ് ഉണ്ട്. സോഡിയം ഫ്ലൂറൈഡ്, സോഡിയം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്. ഇതിൽ നമ്മുടെ കറക്റ്റ് ആൻസർ നമ്മളുടെ കറിയുപ്പിൻ്റെ രാസനാമം എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 4 പ്രസ്താവനയുണ്ട്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 821.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാകോൺ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഇന്ദിരാ പോയിൻ്റ്. ഇതിൽ ഏതൊക്കെ പോയിൻ്റാണ് ശരി എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 3, 4 എന്നിവ തെറ്റാണ്. ഓപ്ഷൻ ബി 2, 3, 4 എന്നിവ തെറ്റാണ്. ഓപ്ഷൻ സി 2, 4 എന്നിവ തെറ്റാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. നമ്മളുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 821.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഇന്ദിരാകോൺ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഇന്ദിരാ പോയിൻ്റ്. ഇത് എല്ലാം കറക്റ്റ് ആൻസറാണ്. അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധ ഉദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധ ഉദ്ദേശ പദ്ധതിയാണ് ഭക്രാനങ്കൽ. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 2 മാത്രം ശരി. ഓപ്ഷൻ ബി 2ഉം 3യും ശരി. ഓപ്ഷൻ സി 2ഉം 4ഉം മാത്രം ശരി. ഓപ്ഷൻ ഡി 1, 2, 3 മാത്രം ശരി. ഇതിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം മാത്രം ശരി. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ഈ 2 പ്രസ്താവനയുമാണ് ശരിയായിട്ടുള്ളത്.
അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? ഇതിൽ നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പെരിയാറിൻ്റെ നീളം എന്ന് പറഞ്ഞിട്ട് 225 കിലോമീറ്റർ, 325 കിലോമീറ്റർ, 235 കിലോമീറ്റർ, 335 കിലോമീറ്റർ. ശരിക്കും പെരിയാറിൻ്റെ നീളം എന്ന് പറയുന്നത് 244 കിലോമീറ്റർ ആണ്. നമ്മൾക്കിതിൽ ഒരു ഓപ്ഷനിലും നമ്മൾക്ക് തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും അടുത്ത് വരുന്ന ആൻസർ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 235 കിലോമീറ്ററാണ് ഇതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്. പക്ഷേ അതായാലും റോങ് ആൻസറാണ്. 244 കിലോമീറ്ററാണ് ശരി ഉത്തരം. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർലമെൻറ്റ് ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഇവിടെ നമ്മൾക്ക് 4 പ്രസ്താവന തന്നിട്ടുണ്ട്. അതിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾക്ക് പ്രസ്താവനകൾ നോക്കാം. 1. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ജനങ്ങൾ ലോകസഭയെക്കുറിച്ച് പറയുകയാണ്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ, ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ഇതിൽ ലോകസഭയുമായി ബന്ധമില്ലാത്തതാണ് നമ്മൾ നോക്കേണ്ടത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 1 ഉം 2 ഉം, ഓപ്ഷൻ ബി 3 and 4, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി 1 മാത്രം ശരി. ഇതിൽ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1 ഉം 3 ഉം ശരി എന്ന് പറയുമ്പോൾ 1 ഉം 3 ഉം. അപ്പോൾ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന, ശരിയെന്ന് പറഞ്ഞാൽ ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് അത്. 1 ഉം 3 ഉമാണ് ബന്ധമല്ലാത്തത്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു, അത് ബന്ധമല്ലാത്ത പ്രസ്താവനയാണ്. പിന്നെ ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു, അതും തെറ്റായ പ്രസ്താവനയാണ് ലോകസഭയെ സംബന്ധിച്ചിടത്തോളം. അടുത്ത 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച ഗുണപരമായ മാറ്റം സൂചിപ്പിക്കുന്നു. ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്, സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങൾക്ക് ഊന്നൽ. ഇതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 3 മാത്രം, ഓപ്ഷൻ ബി 1 ഉം 3 ഉം, ഓപ്ഷൻ സി 3 ഉം 4 ഉം, ഓപ്ഷൻ ഡി 1, 2, 4. ഇതിൽ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1 ഉം 3 ഉം മാത്രം എന്ന് പറയുമ്പോൾ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചയും ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവും ആണ്. സാമ്പത്തികം എന്ന് പറയുമ്പോഴേ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ 36ാമത്തത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഫ്രാൻസ്, ദക്ഷിണ കൊറിയ, ഘാന, പോർച്ചുഗൽ. ഇതിൽ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പോർച്ചുഗലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം. അടുത്ത 37ാമത്തെ ക്വസ്റ്റ്യൻ. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക്? സാമ്പത്തിക ശാസ്ത്ര നോബലാണ് 2023. 4 ഓപ്ഷൻസ് ഉണ്ട്. എലിനോർ ഓസ്ട്രോം, എസ്തർ ഡഫ്ലോ, ക്ലോഡിയ ഗോൾഡിൻ, ആൻ ലൂലിയർ. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ക്ലോഡിയ ഗോൾഡിൻ. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ്. അടുത്ത 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 3 പോയിന്റ് ഉണ്ട്. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം, ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 1 and 3, ഓപ്ഷൻ ബി 1, 2 and 3, ഓപ്ഷൻ സി 1 and 2, ഓപ്ഷൻ ഡി 2 മാത്രം. ഇതിൽ നമ്മളുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 2 and 3 എന്ന് പറയുമ്പോൾ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകൾ എന്ന് പറയുന്നത് 1 ഉം 2 ഉം 3 ഉം യോജിച്ച പ്രസ്താവനകളാണ്. ഈ തന്നിരിക്കുന്ന 3 യോജിച്ച പ്രസ്താവനകളാണ്. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ്, വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗമാണ്,
ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ്. അതാണ് ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന. ഇതൊക്കെ ഞാൻ SCERT എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 39ാമത്തെ ക്വസ്റ്റ്യൻ. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനും ആയി ബന്ധപ്പെട്ടിരിക്കുന്നു? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ നല്ല തറവായിട്ട് വായിക്കുക. കാരണം ക്വസ്റ്റ്യനിൽ തന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ്റെ ഹിഡൻ ആൻസർ കാണും. ഈ ക്വസ്റ്റ്യൻ്റെ അല്ല, വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ഒരു ഹിഡൻ ആൻസർ അതിൽ കാണും. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ല തറവായി വായിക്കുക. ഇതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ സി. അതിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് വിറ്റാമിൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. അത് വിറ്റാമിൻ എ ആണ്. അപര്യാപ്തത രോഗം ഈ വിറ്റാമിനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. കാപ്പി, നാളികേരം, നെല്ല്, കുരുമുളക്. കാപ്പി, നാളികേരം, നെല്ല്, കുരുമുളക്. ഇവിടെയും ഒരു കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും അതിൽ ഉള്ളതിൽ വെച്ച് നമ്മൾക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, കുരുമുളകാണ്. പ്രധാന വരുമാന സ്രോതസ്സ് കുരുമുളകാണ്. ഓപ്ഷൻ ഡി. അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഇതിലും 4 ഓപ്ഷൻസ് ഉണ്ട്. 10%, 25%, 30%, 35%. അതിൽ ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ളത് 30% ടാക്സാണ്, നികുതിയാണ്. അടുത്ത 42ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? ഇടുക്കി, വയനാട്, പത്തനംതിട്ട, കോട്ടയം എന്നീ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഓപ്ഷൻ ബി ആണ്, വയനാടാണ്. വയനാട് ആണ് വനഭൂമി ഉള്ളത്. ശതമാന അടിസ്ഥാനത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശതമാന അടിസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് വയനാട്ടിൽ. അടുത്ത 43ാമത്തെ ക്വസ്റ്റ്യൻ. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എറണാകുളം, ആലപ്പുഴ, കണ്ണൂർ, കൊല്ലം. ഇതിൽ ആലപ്പുഴ ജില്ലയിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ. അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട കായൽ, വെള്ളായണി കായൽ, വേമ്പനാട് കായൽ. ഇതിൽ ഓപ്ഷൻ ബി, ശാസ്താംകോട്ട കായൽ. അതാണ് ശുദ്ധജല തടാകവും ശാസ്താംകോട്ട കായലാണ്. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായലും ശാസ്താംകോട്ട കായലാണ്. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. അപ്പോൾ 4 വന്യജീവി സങ്കേതങ്ങൾ തന്നിട്ടുണ്ട്. 4 സംരക്ഷിത ജീവികളെയും തന്നിട്ടുണ്ട്. വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിത ജീവികളും തന്നിട്ടുണ്ട്. അത് നമ്മൾ ചേരുംപടി ചേർക്കുക. അപ്പോൾ ആദ്യം സംരക്ഷിത ജീവികളാണ്. ABCD 4 ഓപ്ഷനിൽ റീഡ് തവളകൾ, ചാമ്പൽ മലയണ്ണാൻ, സിംഹവാലൻ കുരങ്ങ്, വരയാട്. ഇതിൽ പിന്നെ സംരക്ഷിത വന്യജീവി സങ്കേതങ്ങൾ തന്നിട്ടുണ്ട്. സൈലന്റ് വാലി, ഇരവികുളം, ചിന്നാർ, കക്കയം. ഇതിൽ ചേരുംപടി ചേർത്തിരിക്കുന്നത് 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ A4, B2, C1, D3. ഓപ്ഷൻ ബി A3, B4, C1, C2, D1. ഓപ്ഷൻ സി A4, B3, C1, D2. ഓപ്ഷൻ ഡി A3, B4, C1, D2. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്ന് പറഞ്ഞാൽ A4, B3, C1, D2. A4 എന്ന് പറയുമ്പോൾ റീഡ് തവളകൾ, കക്കയം. B3 എന്ന് പറയുമ്പോൾ ചാമ്പൽ മലയണ്ണാൻ, ചിന്നാർ. C1 എന്ന് പറയുമ്പോൾ സിംഹവാലൻ കുരങ്ങൻ, സൈലന്റ് വാലി. D2 എന്ന് പറയുമ്പോൾ വരയാട്, ഇരവിക്കുളം. ഇത് 4 ക്വസ്റ്റ്യനായിട്ട് പോലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അടുത്ത 46ാമത്തെ ക്വസ്റ്റ്യൻ. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഫഹദ് ഫാസിൽ, മമ്മൂട്ടി, ഇന്ദ്രൻസ്, പൃഥ്വിരാജ്. ഇതിൽ നമ്മളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മമ്മൂട്ടി. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അതിലെ മികച്ച നടനാണ്.
അടുത്ത 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്. ഇതിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഓസ്ട്രേലിയ. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ ആണ്. അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പത്തനംതിട്ട, കൊല്ലം, ഇടുക്കി, എറണാകുളം. ഇതിലെ കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, പത്തനംതിട്ട ജില്ല. അടുത്ത 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം. ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം. 4 ഓപ്ഷൻസ് ഉണ്ട്. 2016, 2017, 2018, 2019. അതിൽ ഓപ്ഷൻ സി 2018 കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ 50ാമത്തെ ക്വസ്റ്റ്യൻ. റാം കെയർ ഓഫ് ആനന്ദ് എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ആര്? അപ്പോൾ 4 കഥാപാത്രം തന്നിട്ടുണ്ട്. 3 പേരും അതിലെ കഥാപാത്രമാണ്. അല്ലാത്തത് ആര് എന്നതാണ് ക്വസ്റ്റ്യൻ. മല്ലി, രേഷ്മ, സുമതി, കിരൺ. ഇതിൽ ഓപ്ഷൻ സി സുമതിയാണ് അതിൽ കഥാപാത്രം അല്ലാത്തത്. അടുത്ത 51ാമത്തെ ക്വസ്റ്റ്യൻ. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇരുമ്പ്, അലൂമിനിയം, സിങ്ക്, സൾഫർ. അതിൽ ചുവപ്പ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പാണ്. ഇന്ദിരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി. ഇതിൽ കറക്റ്റ് ആൻസർ ഗോദാവരിയാണ്. ഓപ്ഷൻ സി ഗോദാവരിയാണ് ഇന്ദിരാവതി നദിയുടെ പോഷക നദി. ഇന്ദിരാവതി ഗോദാവരി നദിയുടെ പോഷക നദിയാണ്. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം. 4 ഓപ്ഷൻസ് ഉണ്ട്. 2003, 2002, 2001, 2004. ഇതിൽ ഓപ്ഷൻ എ 2003 പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം. അടുത്ത 54ാമത്തെ ക്വസ്റ്റ്യൻ. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? 3.18 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 3.38 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 3.08 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തൃതി. അടുത്ത 55ാമത്തെ ക്വസ്റ്റ്യൻ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ജവഹർലാൽ നെഹ്റു, രാജീവ് ഗാന്ധി, ചരൺ സിംഗ്, ഇന്ദിരാഗാന്ധി. ഇതിൽ ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധിയാണ് കറക്റ്റ് ആൻസർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ്. 56ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. ചന്ദ്രയാൻ 1, മംഗൾയാൻ, ഗഗൻയാൻ, ചാന്ദ്രയാൻ 2. ഇതിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഗഗൻയാനാണ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഗഗൻയാനാണ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ അനന്ത, ഓപ്പറേഷൻ സഫേദ് സാഗർ, ഓപ്പറേഷൻ മേഘദൂത്. ഇതിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്പറേഷൻ സഫേദ് സാഗർ ആണ്. ഓപ്ഷൻ സി ആണ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ സഫേദ് സാഗർ ആണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത. 4 ഓപ്ഷൻസ് ഉണ്ട്. മനു ഭാക്കർ, ഓയെ ജിൻ, കിം ജെയ്, വെറോണിക്ക മേജർ. ഇതിൽ ആൻസർ എ മനു ഭാക്കർ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 59ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി. ഇത് നമ്മളുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, കൊൽക്കത്തയിലാണ്. അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ലഡാക്ക്, സസ്കർ, കാരക്കോണം, സിവാലിക്. ഇതിൽ ഓപ്ഷൻ സി കാരക്കോണം ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് കാരക്കോണത്ത്. അടുത്ത 61ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായി പട്ടേൽ. ഇതിൽ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ് കറക്റ്റ് ആൻസർ. ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി? 4 ഓപ്ഷൻസ് ഉണ്ട്. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ടുള്ളത്, നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത്, ബില്ലുകളുമായി ബന്ധപ്പെട്ടുള്ളത്, പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണം സംബന്ധിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അടുത്ത 63ാമത്തെ ക്വസ്റ്റ്യൻ. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 4 പോയിന്റ് തന്നിട്ടുണ്ട്. സ്ഥിരതയോട് കൂടിയ വളർച്ച, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വാശ്രയത്വം, ഭക്ഷ്യസ്വയം പര്യാപ്തത. ഇതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1ഉം 3യും കറക്റ്റ്, 2 and 4 കറക്റ്റ്, 1ഉം 4ഉം 1 and 2. ഇതിൽ ആൻസർ എ 1ഉം 3യുമാണ് കറക്റ്റ്. എന്ന് പറഞ്ഞാൽ 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവും ആണ്. അടുത്ത 64ാമത്തെ ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? അതിൽ 3 പോയിന്റ് തന്നിട്ടുണ്ട്. സൈനിക നടപടി, ലയന കരാർ, അനുരഞ്ജനം. 4 ഓപ്ഷൻസും ഉണ്ട്. ഓപ്ഷൻ എ 1 and 3, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 1, 2 and 3, ഓപ്ഷൻ ഡി 1 and 2. ഇതിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2 and 3 എന്ന് പറയുമ്പോൾ ഇത് 3ഉം കറക്റ്റ് തന്നെയാണ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സൈനിക നടപടി, ലയന കരാർ, അനുരഞ്ജനം എന്നീ മാർഗങ്ങൾ സ്വീകരിച്ചു. അടുത്ത 65ാമത്തെ ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? 4 പോയിന്റ് ഉണ്ട്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ രൂപീകരിക്കണം, മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 1 and 4, ഓപ്ഷൻ ബി 2 and 4, ഓപ്ഷൻ സി 2 and 3, ഓപ്ഷൻ ഡി 1 and 3. അതിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2 and 4 എന്നുവെച്ചാൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇതാണ് ഡോക്ടർ CS കോത്താരി കമ്മീഷൻ്റെ ശുപാർശ. അടുത്ത 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി? 4 ഓപ്ഷൻസ് ഉണ്ട്. ദ്രോണവല്ലി ഹരിക, വൈശാലി, കൊനേരു ഹംപി, ദിവ്യ ദേശ്മുഖ്. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ദിവ്യ ദേശ്മുഖ്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ്. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇറ്റലി, കാനഡ, ഇംഗ്ലണ്ട്, ഇന്ത്യ. അതിൽ ഇറ്റലിയാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഇറ്റലി. G7 ഉച്ചകോടി 2024 നടന്നത്. അടുത്ത 68ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം? 4 ഓപ്ഷൻസ് ഉണ്ട്. സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം, സഞ്ചരിക്കാനുള്ള അവകാശം, ഭാഷ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇതിൽ സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമാണ് നീക്കം ചെയ്യപ്പെട്ടത്. ഓപ്ഷൻ എ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്ന് പിന്നീട് നീക്കം ചെയ്യപ്പെട്ടതെന്ന് പറയുന്നത് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമാണ്. അടുത്ത 69ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ? 4 ആർട്ടിക്കിൾ തന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 28, ആർട്ടിക്കിൾ 24. അതിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 24.
അടുത്ത 70-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. നാല് കോടതികൾ തന്നിട്ടുണ്ട്. സുപ്രീം കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതിയും ഹൈക്കോടതിയും മുനിസിപ്പൽ കോടതി. അതിൽ 4 ഓപ്ഷൻസുമുണ്ട്. 1 ശരി, 2 ശരി, 3 ശരി, 2ഉം 4ഉം ശരി. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. എന്ന് പറയുമ്പോൾ 3 ശരി. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയും നമുക്ക് അപ്രോച്ച് ചെയ്യാം. നമ്മളുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമ്മൾക്ക് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും സമീപിക്കാവുന്നതാണ്. അടുത്ത 71-ാമത്തെ ക്വസ്റ്റ്യൻ. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റായ് എന്ന് വിശേഷിപ്പിച്ചത്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ഭടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ. ഇതിൽ രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റായ് എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ എ ഡോക്ടർ അയ്യത്താൻ ഗോപാലനെയാണ്. അടുത്ത 72-ാമത്തെ ക്വസ്റ്റ്യൻ. 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിൻ്റെ കാരണം? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 1 and 2 ശരി, ഓപ്ഷൻ ബി 1 and 3 ശരി, ഓപ്ഷൻ സി 2 and 3 ശരി, ഓപ്ഷൻ ഡി 1, 2 and 3 ശരി. ഇതിൽ ആൻസർ ഡി 1, 2 and 3 ശരി എന്ന് പറഞ്ഞാൽ 3ഉം ശരിയാണ്. 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിൻ്റെ കാരണം ഈ താഴെ പറയുന്ന 3 എണ്ണവുമാണ്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ 73-ാമത്തേത്. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല? കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, തിരുവനന്തപുരം. പാലക്കാട്, ഓപ്ഷൻ സി പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത 74-ാമത്തെ ക്വസ്റ്റ്യൻ. വി രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം? 4 ഓപ്ഷൻസ് ഉണ്ട്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, അമരാവതി സത്യാഗ്രഹം, ബർദോളി സത്യാഗ്രഹം. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. വി രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹമാണ്. അടുത്ത കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത്? വേണാട്, നെടുമ്പുറൈനാട്, കോലത്ത് നാട്, ഏറനാട്. ഇതിൽ ഓപ്ഷൻ സി കോലത്ത് നാടാണ് കറക്റ്റ് ആൻസർ. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് കോലത്ത് നാട്. അടുത്ത 76-ാമത്തെ ക്വസ്റ്റ്യൻ. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവന? ഡൽഹൌസി പ്രഭു, ലിട്ടൺ പ്രഭു, വില്യം ബെൻഡിക് പ്രഭു, മൗണ്ട് ബാറ്റൻ പ്രഭു. ഇതിൽ നമ്മളുടെ ആൻസർ ഓപ്ഷൻ സി വില്യം ബെൻഡിക് പ്രഭു. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇത് പറഞ്ഞത് വില്യം ബെൻഡിക് പ്രഭുവാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്? 3 പോയിന്റ് തന്നിട്ടുണ്ട്. കാൺപൂർ കേന്ദ്രമാക്കി സ്വതന്ത്ര സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. 2-ാമത്തെ പോയിന്റ് ബീഗം ഹസ്രത്ത് മഹലായിരുന്നു ഹൈദരാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. ഇതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ 1 and 2 ശരി, ഓപ്ഷൻ 1 മാത്രം ശരി, 1 and 3 ശരി, 3 മാത്രം ശരി. ഇതിൽ നമ്മളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ് കറക്റ്റ്, 1 മാത്രം ശരി. എന്ന് പറയുമ്പോൾ കാൺപൂർ കേന്ദ്രമാക്കി സ്വതന്ത്ര സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. അത് മാത്രമാണ് കറക്റ്റായിട്ടുള്ളത്. അടുത്ത് 78-ാമത്തെ ക്വസ്റ്റ്യൻ. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം? ഇന്ത്യൻ അൺറസ്റ്റ്, ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, ഇന്ത്യൻ സ്ട്രഗിൾ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇതിൽ ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന? അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. സത്യശോധക് സമാജ്, തിയോസഫിക്കൽ സൊസൈറ്റി, അലിഗഡ് പ്രസ്ഥാനം, പ്രാർത്ഥനാ സമാജം. ഇതിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന
എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അലിഗഡ് പ്രസ്ഥാനം. ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ 80 ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതിന് ശേഷം വരുന്ന മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത് തന്നെ വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അത് കുറച്ച് കൂടുതൽ സമയമെടുക്കും, അത് കാരണമാണ്, എക്സ്പ്ലനേഷൻ ഉള്ളത് കാരണം കൂടുതൽ. അത് വേറെ വീഡിയോ ആയിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ നിങ്ങളിത് നല്ലതുപോലെ കണ്ട് മനസ്സിലാക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിരുന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ LGSൻ്റെ മാത്രമല്ല എല്ലാ PSC പരീക്ഷകളുടേതും ഞാൻ 1 by 1 തയ്യാറാക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഫോളോ ചെയ്യുക. അടുത്ത് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ എപ്പിസോഡിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 80ാമത്തെ ക്വസ്റ്റ്യൻ. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ. 4 പത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അമൃത് ബസാർ പത്രിക, സ്വദേശി ചിത്രം, മിറാദ് ഉൽ അക്ബർ, സമ്പാദ് കൗമുദി. ഇതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 1 and 2 ശരി, ഓപ്ഷൻ ബി 3 and 4 ശരി, ഓപ്ഷൻ സി 1 and 4 ശരി, ഓപ്ഷൻ ഡി 2 and 3 ശരി. ഇതിൽ രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ആൻസർ ബി ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആൻസർ ബി എന്ന് പറയുമ്പോൾ 3 and 4 ശരി. 3 എന്ന് പറയുന്നത് മിറാദ് ഉൽ അക്ബർ, 4 എന്ന് പറയുന്നത് സമ്പാദ് കൗമുദി. ഇത് രണ്ടുമാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ എന്ന് പറയുന്നത് മിറാദ് ഉൽ അക്ബറും സമ്പാദ് കൗമുദിയുമാണ്. ഇനി അടുത്ത് ഞാൻ മാത്സ് ക്വസ്റ്റ്യനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് അത് ഞാൻ അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ഇത് ഫോളോ ചെയ്യുക. താങ്ക് യു.